السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഖൽബ് വല്ലാതെ തകർന്നിരിക്കുമ്പോൾ, നമ്മളാകെ പ്രയാസത്തിൽ അകപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലായാൽ, നമ്മുടെ മുന്നിൽ മറ്റൊരു മാർഗവുമില്ല, ഒരാളും നമ്മെ സഹായിക്കാനില്ല, ഇങ്ങനെ ഖൽബ് വല്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അത് മാനസികമായ വിഷമങ്ങളാവട്ടെ, ശാരീരികമായ വിഷമങ്ങളാവട്ടെ, അതല്ലെങ്കിൽ കുടുംബ സംബന്ധമായി നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങളാണെങ്കിലും ബുദ്ധിമുട്ടുകളാണെങ്കിലും, അതിൽ നിന്നൊരു രക്ഷ ലഭിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മൾ പാരായണം ചെയ്യേണ്ട ഒരു സൂറത്തുണ്ട്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റഹ്മാനിനെ 11 തവണ നമ്മൾ ഖൽബറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള പ്രയാസമാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അല്ലാഹു അതിനെ തുടച്ചു നീക്കിത്തരും. അല്ലാഹുവിൻ്റെ കാരുണ്യം എന്ന് അറിയപ്പെടുന്ന പരിശുദ്ധമായ ഖുർആനിൽ തന്നെ ഒരുപാട് മഹത്വങ്ങളേറിയ സൂറത്താണ് സൂറത്തുർ റഹ്മാൻ. ഈ സൂറത്തുർ റഹ്മാനിനെ 11 തവണ പാരായണം ചെയ്ത് അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുക. ഒരു ദിവസത്തിൽ ഒരേ സമയം തന്നെ ഇത് ഓതി തീർക്കണമെന്നില്ല. എന്നിരുന്നാലും ഒരു ദിവസം കൊണ്ട് ഓതി തീർക്കലാണ് ഏറ്റവും അഫ്ളൽ. എന്നിട്ട് അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി നമ്മുടെ ഖൽബിലുള്ള വിഷമമെന്താണോ, പ്രയാസമെന്താണോ, എന്ത് കാരണം കൊണ്ടാണോ നമ്മൾ ബുദ്ധിമുട്ടാകുന്നത്, നമ്മൾ വിഷമിക്കുന്ന ആ കാരണത്തിനെ മുൻനിർത്തി അല്ലാഹുവിലേക്ക് നമ്മൾ ദുആ ചെയ്യുക. സൂറത്തുർ റഹ്മാൻ 11 തവണ ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ ഒരിക്കലും ആ ദുആയെ അല്ലാഹു തട്ടുകയില്ല. ഇങ്ങനെ 11 ദിവസം നമ്മൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു പരിഹാരം നമുക്ക് കാണിച്ചു തന്നിരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പാരായണം ചെയ്യാനും അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം അടുക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.